ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നേക്കുവാണ്. അങ്ങനെ ഇതാ ഇന്നിപ്പോൾ ഞാൻ ഓഫീസിലാണുള്ളത്. ഞാൻ ഓഫീസിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് വിളിക്കും കേട്ടോ. എൻ്റെ ഉമ്മാനെയും എൻ്റെ മോനെയും എൻ്റെ അനിയത്തിമാരെയൊക്കെ കാണുമ്പോണ്ടല്ലോ ഗൈസ്, വല്ലാത്തൊരു മിസ്സിങ് ആണ്. എനിക്ക് അവരെ വല്ലാതെ അങ്ങ് കാണാൻ തോന്നും, അവരുടെ അടുത്ത് പോകാൻ തോന്നും, പ്രത്യേകിച്ച് ഉമ്മാനെയും സിഫുവിനെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ ആ ഒരു ഇരുത്തമാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ മലപ്പുറം നാട്ടിൽ ഇതിന് മൊയന്തടിച്ചിരിക്കുക അങ്ങനെയൊക്കെ പറയും കേട്ടോ. അങ്ങനെ മൊയന്തടിച്ചിരിക്കുമ്പം കുറച്ച് സമയം ഫ്രീ ആയിട്ടിരിക്കാനും ഇന്നത്തെ ദിവസം പറ്റിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ എടുത്തൊരു വീഡിയോ കൂടിയാണ് കേട്ടോ ഇത്. അങ്ങനെ ഇവിടെ ഞാൻ ഈ ഒരു ഓഫീസിൽ ഞാനും ചേച്ചി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ റൂമിലെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർക്ക് കുഞ്ഞ് കേക്കും കുഞ്ഞ് ഗിഫ്റ്റും മേടിക്കണം. നമ്മുടെ ഈ ദുബായിൽ ക്ലൈമറ്റൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടോ. വലിയ രീതിയിലൊന്നുമല്ല, ചൂട് അത്യാവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിലും. അങ്ങനെ ലാവണ്യ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങി, ഒരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങി, പിന്നെ അവർ വീട്ടിൽ നിന്ന് എന്താണ്ടൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി ഇതാ റൂമിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി റൂമിൽ ചെന്നിട്ട് കുക്ക് ചെയ്യണം. കുഴപ്പമില്ല, മീൻ ഉണ്ടായിരുന്നു, അത് വറക്കണം. പരിപ്പ് കറി വെച്ചു, ചോറ്, പിന്നെ ചമ്മന്തിപ്പൊടി, അച്ചാർ, ഇതൊക്കെയാണ് ഞാൻ നൈറ്റിലിരുന്ന് കഴിച്ചത്. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഈ സർപ്രൈസ് കൊടുക്കുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് പണ്ടേ പറ്റത്തുണ്ടായിരുന്നില്ല. അത് എട്ടിലങ്ങ് പൊട്ടിക്കിടക്കുവാണ്. കാര്യം ആ ഡെലിവറി ബോയ് നേരെ കൊണ്ടു കൊടുത്തത് ബർത്ത്ഡേ ഗേളിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഒരു കേക്ക് അവളെ വീട്ടിൽ നിന്നും ഒരു കേക്ക് അവളെ ഫ്രണ്ട്സും നാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത്, കേക്കിൽ അവൾ കരഞ്ഞ് മെഴുകിയിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. സോ സർപ്രൈസ് ആയോ എന്ന് ചോദിച്ചാൽ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവൾ കേക്ക് കട്ട് ചെയ്തു, ഞങ്ങളെല്ലാവരും കേക്ക് കഴിച്ചു. ഇതൊക്കെ കാണുമ്പം ശരിക്കും അവൾക്കാണെങ്കിലും വീട്ടുകാരെ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ നിന്നെ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ ഒരു കുഞ്ഞു സന്തോഷം എന്ന് പറയുന്നത്, റൂമിൽ ഞങ്ങൾ സെയിം വൈബുള്ള ആൾക്കാരാണ്, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വല്ലാതെ ആ ഒരു വിഷമമൊന്നുമില്ല. ഞങ്ങൾ അവളെ ഹാപ്പി ആക്കി എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.